ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും അവിചാരിതമായിട്ട് സംഭവിക്കുന്നില്ല. നത്തിങ് ഹാപ്പൻസ് ബൈ കോയിൻസിഡൻസ്. ഇന്നിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു ടോക്ക് ഈശോ എത്തിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഈശോയ്ക്ക് തീർച്ചയായിട്ടും ഒരു വലിയ പദ്ധതിയുണ്ട്. നിങ്ങളോട് തീർച്ചയായിട്ടും സംസാരിക്കണമെന്ന് ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് ചിലപ്പോൾ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു വചനമായിരിക്കും നമ്മളിന്ന് ഒരുമിച്ച് ഷെയർ ചെയ്യാൻ വേണ്ടി പോവുക. പലപ്പോഴും നമ്മളിങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ചില കുടുക്കുകളിലൊക്കെ പെട്ടുപോയി, ചില കുഴികളിൽ പെട്ടുപോയി. അത് നമുക്കൊന്നും മുമ്പോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഒരു വെളിച്ചം കാണുന്നില്ലാത്തൊരു അവസരങ്ങളിൽ നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കയറി പോരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, ഈശോയുടെ സഹായം ചോദിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഒരാഴ്ചക്കാലമോ ഇന്നോ ഒക്കെ അങ്ങനത്തെ ഒരു വലിയ സങ്കടത്തിൽ കൂടെ കടന്നുപോയി, ഇന്ന് രാത്രി കടന്നുറങ്ങാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടെ അത്ര വലിയ ടെൻഷന്, ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്, നാളെ എന്താവുന്ന ഓർത്തുള്ള ഭയങ്ങളുണ്ട്, ആകെ ഒന്ന് ബ്ലോക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇന്ന് ഈ വചനം നമ്മളൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈശോ ഒന്നും അവിചാരിതമായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നില്ല. ഹി ഹാസ് എ പ്ലാൻ. ഈശോയ്ക്ക് കൃത്യമായിട്ട് നിന്നോട് സംസാരിക്കണം എന്നൊരു പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ടോക്ക് നിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ഈശോയുടെ കുഞ്ഞ് ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മളത് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന, ധ്യാനിക്കാൻ പോകുന്ന ഈ വചനഭാഗം എടുക്കണം. സങ്കീർത്തനം 69 അതിൻ്റെ 14 15 വാക്യങ്ങളാണ്. 2 കുഞ്ഞു വാക്യങ്ങളാണ്, പക്ഷേ ഒത്തിരി ദീർഘമായ, ഒത്തിരി ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എഴുതിയേക്കുന്ന ഒരു പ്രാർത്ഥന പോലെയാണ് നമുക്കത് വായിക്കാൻ പറ്റുക. 69:14 ഇങ്ങനെയാണ്: രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ, ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണ്: ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെളിക്കകത്തൊക്കെ കാല് പോയിട്ടുണ്ടോ നിങ്ങൾക്ക്? ചിലപ്പോൾ വലിയ മഴയൊക്കെ ഉള്ള സമയത്ത് ഒരു ചെളിക്കുണ്ടിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് കാല് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ പറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, നമ്മുടെ കാല് ചിലപ്പോൾ ആ ചേറ്റിനകത്ത് കുടുങ്ങിപ്പോകുന്ന അവസ്ഥകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം. ഇതുപോലെ ചിലപ്പോൾ ജീവിതത്തിൻ്റെ മുമ്പിൽ ചില സങ്കടങ്ങൾ, അങ്ങ് പെട്ടുപോയി, ഒരു സിറ്റുവേഷൻ നമ്മളങ്ങ് കുടുങ്ങിപ്പോയി, ഒരു കാലെടുത്ത് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സ്മൂത്തായ സമാധാനപൂർണമായ ജീവിതം ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന സമയങ്ങൾ വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ഇത് പ്രാർത്ഥിച്ചേക്കണം. ഇന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ, ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. കർത്താവ് തീർച്ചയായിട്ടും ഈ ഒരു വചനം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈശോ അത് കേട്ട് കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥിക്കണം. അടുത്ത വചനം ഇങ്ങനെയാണ്: ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ശത്രുക്കളിൽ നിന്ന് സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു പ്രശ്നമായിട്ട് തുടങ്ങിയതാണ്, അത് നമ്മുടെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങ് വലിഞ്ഞു കയറി ഒരു സമുദ്രം പോലെ നമ്മളിങ്ങനെ മുക്കിക്കളയുന്ന അവസ്ഥയാണ്. ശത്രു ഇങ്ങനെ ശക്തി പ്രാപിച്ച് നിൽക്കുകയാണ്. സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ ചില അവസ്ഥകൾ നമുക്കുണ്ടാകാം. ഈശോയോട് പ്രാർത്ഥിക്കുന്ന, കർത്താവേ, ഞാൻ കടന്നു പോകുന്ന ഈ സമുദ്രം, എന്നെ മുക്കി കൊല്ലാൻ ശ്രമിക്കുന്ന ഈ ആഴികളിൽ നിന്ന് എന്നെ അങ്ങ് രക്ഷിക്കണമേ. 15ാമത്തെ വാക്യത്തിലെ പ്രാർത്ഥന ഇങ്ങനെയാണ്: ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ, ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ, പാതാളം എന്നെ മൂടിക്കളയാതിരിക്കട്ടെ. ജലം എന്നെ മൂടാതിരിക്കട്ടെ, ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ, പാതാളം എന്നെ മൂടിക്കളയാതിരിക്കട്ടെ. പാതാളമൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അറിയാലോ, മരണം പോലെയുള്ള സാഹചര്യങ്ങളാണ്, ഇരുട്ടാണ്, ഒരു പ്രത്യാശയും കിട്ടാത്ത സ്ഥലങ്ങളൊക്കെയാണ്, ഒരു മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെയാണ്. ജലം എന്നെ മൂടാതിരിക്കട്ടെ, ആഴികൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ, പാതാളം എന്നെ മുക്കിക്കളയാതിരിക്കട്ടെ. ഇന്ന് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൂടെ ഇന്ന് കടന്നു പോവുകയാണെങ്കിൽ, തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഡു യു ബിലീവ് ദാറ്റ് ഈശോ ഇത് അറിഞ്ഞുകൊണ്ട്, നിനക്ക് ഇന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെ നീ പോവാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നൊരു വചനമല്ലേ? ഈശോയ്ക്ക് നിന്നോട് സംസാരിക്കാനുള്ളൊരു വചനമായിരുന്നത്. ഒപ്പം നീ അത് ഈശോയോടും സംസാരിക്കണം, ഒരു പ്രാർത്ഥന പോലെ. എന്നെ രക്ഷിക്കണമേ, എന്നെ സഹായിക്കണമേ എന്നുള്ള. സങ്കീർത്തനം 69 മുഴുവനായിട്ട് സമയമുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വായിക്കുക. ഒരു ദീനരോധനം പോലെയാണ്, ഒരു സങ്കടം പോലെയൊക്കെയാണ്. ഇന്ന് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ ആ വചനം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഈ ആഴിയിൽ നിന്ന്, ഈ ശത്രുവിൽ നിന്ന്, ഈ മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഈ വെള്ളത്തിൽ നിന്ന്, കാല് കുടങ്ങി കിടക്കുന്ന ഈ ചേറിൽ നിന്ന്, നിരാശയുടെ ഈ പാതാളത്തിൽ നിന്ന് ഈശോയുടെ കുഞ്ഞിനെ ഈശോ രക്ഷിക്കട്ടെ. പ്രാർത്ഥിക്കാം, നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കുക. കർത്താവേ, സങ്കീർത്തനം 69 14 15 വചനത്തിൻ്റെ അഭിഷേകത്തിൽ ഈ വചനം കേട്ടവർ, ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ, ഇത് വിശ്വസിക്കുന്നവരിലേക്ക് വലിയൊരു സ്വാതന്ത്ര്യം നൽകണമേ. കടന്നു പോകുന്ന ഈ പ്രതീക്ഷ ഇല്ലാത്ത സിറ്റുവേഷനിൽ, സാഹചര്യത്തിൽ ഈശോയെ, നിൻ്റെ വചനവും നിൻ്റെ സാന്നിധ്യവും നിൻ്റെ പ്രിയപ്പെട്ട ഈ കുഞ്ഞിന് ശക്തിയായി മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.